നമസ്കാരം. എല്ലാവർക്കും പ്രേമം ഓഡിയോ സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ബ്ലൂ ലേഗൂണിലെ 207 നമ്പർ മുറിയിൽ ആ രാത്രിയിൽ അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ അടങ്ങിയ നിശ്വാസങ്ങളും ഞെരുക്കങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രി മെല്ലെ കടന്നുപോയി. നീലിമ പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു. ചുറ്റിലും ഇരുട്ടാണ്. അതുവരെ ഇല്ലാത്ത ഒരു മാറ്റം തൻ്റെ ശരീരത്തിൽ സംഭവിച്ചതായി അവൾക്ക് മനസ്സിലായി. തലേ ദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുവാൻ അവൾ ശ്രമിച്ചു. ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭീകര സ്വപ്നം പോലെയായിരുന്നു ആ രാത്രി. ആദിയോടൊപ്പമുള്ള നീലിമയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങാണ് ഹോട്ടലിൽ നടക്കുന്നത്. പാർട്ടിക്ക് വന്ന തൻ്റെ സഹോദരിയോടൊപ്പം ഈ മുറിയിൽ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചു? ആരോ ഒരാൾ ഈ മുറിയിൽ. ആദിയല്ല. ചിന്തിക്കുമ്പോൾ ശ്വാസം മുട്ടുകയാണ്. പ്ലീസ് അരുതെന്ന്, വെറുതെ വിടൂ എന്നൊക്കെ ഞാൻ കരഞ്ഞിരുന്നു. അയാളുടെ കരുത്തിന് മുന്നിൽ പൂർണ്ണമായും നിസ്സഹായമായിപ്പോയിരുന്നു. ആ കൈകൾ എൻ്റെ നഗ്നമേനയിലൂടെ ഒഴുകി നടന്നു. തെറ്റായി എന്തോ സംഭവിച്ചു. ശരീരം അനക്കാനായില്ല. വീര്യം ഏറിയ ഏതോ ഒരു മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരുന്നു താനെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അലാറം ശബ്ദിച്ചു. നീലിമ എഴുന്നേറ്റ് തൻ്റെ നഗ്ന ശരീരം നോക്കി. ഡ്രസ്സുകൾ എടുത്തിട്ടു. വാതിൽ തുറന്നു വാസുദേവൻ നിൽക്കുന്നത് കണ്ടു. അച്ഛാ എന്ന് പറഞ്ഞവൾ ഓടി വാസുദേവനെ കെട്ടിപ്പിടിച്ചു. വാസുദേവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റി. തൻ്റെ രൂപവും നിന്റെ അഴിഞ്ഞാട്ടം ഈ ദിവസം തന്നെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. അവളുടെ ഏക പ്രതീക്ഷ ആദിയിലായിരുന്നു. എല്ലാം എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ആദി പറഞ്ഞത് കേട്ട് നീലിമയുടെ മനസ്സ് പിടഞ്ഞു. നിനക്ക് എന്നെ അറിയില്ലേ ആദി എന്ന് ചോദിച്ചു. ആരോ ജ്യൂസിൽ എന്തോ ചേർത്തിട്ടുണ്ട് എനിക്ക് എന്ന് തോന്നുന്നു. മതി, ഒന്നും കേൾക്കണമെന്നില്ല. മുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല. ആദി, സത്യം ആണ് ഞാൻ പറയുന്നത്. ആരോ എന്നെ ചീറ്റ് ചെയ്തതാ, നീലിമ ആവർത്തിച്ചു. ആദി പിന്നെ സംസാരിക്കുകയോ നോക്കുകയോ ചെയ്തില്ല. അപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് വന്നു. നീലിമയുടെ അച്ഛനായ വാസുദേവൻ്റെ രണ്ടാമത്തെ ഭാര്യ സത്യമായിൽ ഉണ്ടായ മകളാണ് അഞ്ജലി. നീലിമ അഞ്ജലിയുടെ കൈ പിടിച്ച് പറഞ്ഞു. മോളെ, നീ പറ, ഞാൻ നിൻ്റെ കൂടെയല്ലേ മുറിയിലേക്ക് വന്നത്? അഞ്ജലി നീലിമയുടെ കൈ തട്ടി മാറ്റി. എൻ്റെ കൂടെയോ? അച്ഛാ, എനിക്കൊന്നും അറിയില്ല. ചേച്ചി എന്തൊക്കെയോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് നിന്ന് കയ്യിൽ കിടക്കുന്ന റിങ് ഊരി തന്നേക്ക്, ആദി പറഞ്ഞു. നീലിമയ്ക്ക് ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. നിറ കണ്ണുകളോടെ അവൾ അത് ഊരിക്കൊടുത്തു. ആദി അത് വാങ്ങിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു. വിശ്വ ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ തൻ്റെ കസേരയിൽ അസ്വസ്ഥനായി ഇരിക്കുകയാണ് സിദ്ധാർത്ഥ് വിശ്വനാഥ്. അവിടേക്ക് തൻ്റെ സെക്രട്ടറിയായ റിയ കടന്നു വന്നു. അന്വേഷിച്ചോ താൻ ഞാൻ പറഞ്ഞ കാര്യം? സർ, അതൊരു റേപ്പാണ്. ജസ്റ്റ് ലൈക്ക് എ ഹണി റാപ്പ്. അത് ഏർപ്പെടുത്തിയത് ഗൗതം ആണ്. അയാളുടെ ആളുകൾ നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഇന്നലെ കഴിച്ച സോഫ്റ്റ് ഡ്രിങ്കിൽ അമിതമായ അളവിൽ ഒരു കെമിക്കൽ ഉണ്ടായതായി അൺഒഫീഷ്യൽ ആയി ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ബിസിനസ് എതിരാളിയാണ് ഗൗതം കൃഷ്ണ. സിദ്ധാർത്ഥിൻ്റെയും വിശ്വ ഗ്രൂപ്പും ഗൗതമിൻ്റെ കൃഷ്ണ ഗ്രൂപ്പും തുടക്കത്തിൽ പങ്കാളിയായിരുന്നു. ഗൗതമിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ പിണങ്ങി. അതിനുശേഷമുള്ള മത്സരങ്ങളിൽ രണ്ടുപേരും എതിർകക്ഷികളായിരുന്നു. സർ, അവർ റൂം 209 ആണ് പ്ലാൻ ചെയ്തത്. സർ, കയറിപ്പോയത് 207ലേക്കാണ്. അവർ തന്നെ ഏർപ്പാടാക്കിയ മറ്റേതെങ്കിലും കോൾ ഗേൾ ആയിരിക്കും. നോ, അവർ ഒരു കോൾ ഗേൾ അല്ല. വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയരുത്. റിയ ഞെട്ടിപ്പോയി. സോറി സർ, കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. ആ ഹോട്ടൽ മുറിയിൽ നിന്നും വീട്ടിലേക്ക് വന്നത് അവ്യക്തമായി മാത്രമേ ആലോചിക്കാൻ പറ്റൂ. തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ പെൺകുട്ടി ആരായിരിക്കും? മാധവ്യം എന്ന പേരുള്ള വലിയ വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് ഒരു ഇന്നോവ ക്രിസ്റ്റ കടന്നു വന്നു. ദിവസങ്ങൾ കടന്നുപോയി. വാസുദേവൻ നീലിമയ്ക്ക് ഒരു ഓസ്ട്രേലിയൻ ടിക്കറ്റ് തരപ്പെടുത്തി. വിവരം അറിഞ്ഞപ്പോൾ മാധവിയും നീലിമയും കുറെ എതിർത്തു. അഞ്ജലി നീലിമയ്ക്ക് പോകാനുള്ള ബാഗുകളൊക്കെ റെഡിയാക്കി വെച്ചു. മോളെ, ഇറങ്ങാൻ സമയമായി. ഇന്ന്
മുത്തശ്ശി വന്ന് പറഞ്ഞു. ആ സമയം അഞ്ജലി അവളുടെ പിന്നാലെ മുറിയിൽ കടന്നു വന്നു. ചേച്ചിക്ക് ഞാൻ തന്നെ ചേച്ചിയെ ചതിച്ചത്. എന്തായാലും ചേച്ചി പോവുകയില്ലേ? എന്തായാലും ഒരു തിരിച്ചു വരവില്ലല്ലോ. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയതും ചേച്ചിയെ റൂമിലാക്കിയതും എല്ലാം ഞാൻ തന്നെ. മോളെ, നീ നീലിമയ്ക്ക് വാക്കുകളില്ല. എനിക്ക് ചേച്ചിയേക്കാൾ വലുത് ആദിയ. അവനെ ഞാനാ ആദ്യം മോഹിച്ചത്. അവനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ നീലിമയില്ല. അല്ലെങ്കിലും വേറെ ഒരുത്തൻ്റെ കൂടെ കിടന്ന ചേച്ചിയെ ഇനി അവൻ എന്തിനാ? അഞ്ജലി അത് പറഞ്ഞു നിർത്തും മുമ്പേ നീലിമയുടെ കൈ അഞ്ജലിയുടെ കരണത്തു പതിച്ചു. പെട്ടെന്ന് അഞ്ജലി കരയാൻ തുടങ്ങി. സത്യഭാമയും വാസുദേവനും ഓടി വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ചേച്ചി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഈ നശൂലം ദ്രോഹം ചെയ്യുകയാണല്ലോ. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി അമ്മയെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞു. ഇനി എപ്പോഴാ ഞങ്ങൾ കാണുക? മുത്തശ്ശിയുടെ അടുത്ത് പോയി നീലിമ ചോദിച്ചു. മുത്തശ്ശിയുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. നീലിമ സങ്കടം ഒതുക്കി വെച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 5 വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ഓസ്ട്രേലിയ എയർപോർട്ടിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു നീലിമ. കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അച്ചു, നീലിമ വിളിച്ചു. അശ്വിൻ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. വാ, നമുക്ക് പോണ്ടേ? ചെക്ക് ഇൻ ചെയ്ത് 2 പേരും കയറി. അരികിലെ സീറ്റിൽ കുഞ്ഞിനെ ഇരുത്തി സീറ്റ് ബെൽറ്റ് മുറുക്കി. അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ ഒന്ന് മയങ്ങട്ടെ. വികൃതിയൊന്നും കാട്ടരുത്. ഇവിടെ തന്നെ ഇരിക്കണേ. അമ്മ ഉറങ്ങിക്കോ. അമ്മ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റിലും നോക്കി. അപ്പുറത്തെ സീറ്റിൽ തൻ്റെ പ്രായത്തിൽ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അശ്വിൻ സീറ്റ് ബെൽറ്റിൻ്റെ ക്ലിപ്പ് ഊരി ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അതിലൂടെ നടന്നു പോയ ഒരാളുടെ ദേഹത്ത് തട്ടി. അവൻ താഴേക്ക് വീഴാൻ ഭാവിച്ചു. വീഴുന്നതിന് മുന്നേ അയാൾ പിടിച്ചിരുന്നു. സൂക്ഷിച്ച് നടക്കേണ്ടേ മോനെ, അയാൾ ശ്വാസത്തോടെ പറഞ്ഞു. അത് സിദ്ധാർത്ഥ ആയിരുന്നു. ഡാഡി, അവൻ വിളിച്ചു. ഡാഡിയോ? സിദ്ധാർത്ഥ ആ വിളി മറ്റാരെങ്കിലും കേട്ടോ എന്നാണ് നോക്കിയത്. ആരും കേട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നിന്റെ ഡാഡിയല്ല അങ്കിൾ എന്ന് വിളിച്ചോ? ഡാഡി എന്നെയും വിളിക്കൂ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. സിദ്ധാർത്ഥ് അവനെ വിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ കയറി നിന്ന് സിദ്ധാർത്ഥിനെ കൈകൊണ്ട് പിടിച്ച്. എൻ്റെ ഡാഡിയല്ലേ? വീടുകൂട്ടി എന്താ കാണിക്കുന്നത്? അപ്പോൾ നീലിമ ഉണർന്നിരുന്നു. ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കുവാൻ കണ്ണു തുറന്നതാ. അവൾ ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ എടുത്ത് തുറന്നു. അപ്പോഴാണ് സീറ്റിൽ അശ്വിൻ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായത്. പരിഭ്രമത്തോടെ നീലിമ ചുറ്റും നോക്കി. കുറച്ച് മുന്നിലായി ഒരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനെ അവൾ കണ്ടു. അയാൾ ആ പിടുത്തം വിടുവിക്കാൻ ശ്രമിക്കുകയാണ്. നീലിമ ഓടിച്ചെന്ന് അശ്വിനെ എടുത്ത്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. സോറി സർ, അവൻ ഇത്തിരി വികൃതിയാ. മേഡം, ഇത് കുട്ടിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ വളർത്തുദോഷത്തിൻ്റെയാ. കാണുന്ന എല്ലാവരെയും കയറി അച്ഛ എന്നാണോ വിളിക്കുക? നിങ്ങൾ കൊച്ചിനെ പഠിപ്പിച്ചത്? ഇത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി. അവൻ അറിയാതെ വിളിച്ചതാണെന്ന് പറഞ്ഞില്ലേ? എന്ത് അറിയാതെ വിളിച്ചതാണെന്ന്? കാണുന്ന എല്ലാവരെയും കയറി അച്ഛ എന്ന് വിളിക്കുകയാണോ? അറിവില്ലായ്മ. അത് എന്താ? ഇവൻ്റെ തന്ത ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇതുവരെ? സത്യത്തിൽ നീലിമയ്ക്ക് മുന്നിൽ താൻ ചെറുതായി പോയത് പോലെ തോന്നിയപ്പോൾ അറിയാതെ ചോദിച്ചതാണ് സിദ്ധാർത്ഥ്. പക്ഷേ മകനെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ നീലിമയ്ക്ക് സഹിക്കാനായില്ല. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കയ്യിലെ വെള്ളം സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. അത് കണ്ട് മറ്റ് യാത്രക്കാരും ബോഡിഗാർഡും ഓടി വന്നു. മാറി നിൽക്ക്, ഇദ്ദേഹം ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചു. ഇയാൾ ആരായാലും എനിക്കെന്താ? ഹേ ലേഡി, ഇയാൾ വിശ്വ ഗ്രൂപ്പിൻ്റെ ഉടമ സിദ്ധാർത്ഥ് വിശ്വയാണ്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടോ? അയാൾ പറഞ്ഞു. അതൊന്നും നീലിമ ശ്രദ്ധിച്ചില്ല. അവൾ സിദ്ധാർത്ഥിനെ വെറുപ്പോടെ നോക്കി. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അശ്വിനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യുവതി തന്നെ പരസ്യമായി അപമാനിച്ചിട്ടും ചൂടൻ സ്വഭാവക്കാരനായ സിദ്ധാർത്ഥ് ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബോഡിഗാർഡിന് അത്ഭുതം തോന്നി. താൻ പറഞ്ഞത് തെറ്റാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. അതിനുമപ്പുറം നീലിമയോട് ഒരു സഹതാപം അയാൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അവൾ എൻ്റെ ആരാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ചോദിച്ചു.